ടർബോയുടെ 12-ാം ദിവസത്തെയും ഗുരുവായൂരിൻ്റെ 19-ാം ദിവസത്തെയും കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് മൂവി 3-ാമത്തെ വീക്കിൽ 3-ാമത്തെ തിങ്കളാഴ്ചയിലൂടെയാണല്ലോ ഇന്ന് കടന്നു പോയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കേരള കളക്ഷൻ 41 കോടിക്ക് മുകളിലാണ്. ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 80 കോടിക്ക് മുകളിലാണ്. അങ്ങനെ 19-ാമത്തെ ദിവസം ഈ ഒരു ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഒന്നും കാണാനില്ല. കാരണം സ്കൂൾ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേയിൽ ഏത് സിനിമകൾക്കും സംഭവിക്കുന്ന പോലെയുള്ള കളക്ഷൻ ഇടിവ് തന്നെയാണ് ഗുരുവായൂരിനും ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 42 കോടിയിലേക്കാണ് 19 ദിവസത്തെ കേരള കളക്ഷൻ എത്തപ്പെടുന്നത്. എന്നാൽ 12-ാം ദിവസം 2-ാം തിങ്കളാഴ്ചയിലൂടെ കടന്നു പോകുന്ന ടർബോയുടെ കളക്ഷനും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ ഗുരുവായൂരിനെ പറഞ്ഞ പോലെ ടർബോക്കും കളക്ഷൻ ഇടിവ് തന്നെയാണ് ഇന്ന് സ്കൂൾ തുറന്നത് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. 11 ദിവസങ്ങളിലും 1 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ അവസാന ഇന്നലത്തെ കളക്ഷൻ വരെ 2 കോടിക്ക് മുകളിലായിരുന്നു. എന്നാൽ ഇന്ന് 1 കോടിക്കും താഴെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. 12-ാം ദിവസം ഇന്ന് തിങ്കളാഴ്ച കേരളത്തിൽ നിന്നും ഏകദേശം 75 ലക്ഷത്തോളമാണ് നാം കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 12 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 31 കോടിയോളമാണ് ചിത്രത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ മമ്മൂട്ടി കമ്പനി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 70 കോടിയിൽ എത്തി നിൽക്കുകയാണ് മമ്മൂക്കയുടെ ടർബോ. കേരളത്തിൽ 30 കോടി പിന്നിട്ട ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ 40 കോടിക്ക് മുകളിൽ എത്താൻ ചാൻസ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജന.